സോ ഇതിന്റെ വാല്യൂ നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കും. ആദ്യം നമുക്ക് സൈൻ സ്ക്വയർ 64 ഞാനിപ്പോൾ എന്ത് എഴുതുന്നു, കോ ഫംഗ്ഷൻ ആയിട്ടുള്ള കോസ് സ്ക്വയർ എന്താ എഴുതുന്നു 26 എന്ന് എഴുതുന്നു. അടുത്തത് കോസ് 64 ആണ്, അതിന് എന്ത് എഴുതാം, സൈൻ 26 എന്ന് എഴുതി കൂടെ, അവിടെ ഓൾറെഡി വീണ്ടും ഒരു സൈൻ 26 ഉണ്ട്. ഓക്കെ, പ്ലസ് 2 ഇൻറ്റു ആ ക്വസ്റ്റ്യൻ നോക്കാം, നമുക്ക് കോസ് 43 ഇൻറ്റു കൊസീക്ക് 47 ആണ് വരുന്നത്. കോ എന്ന് വെച്ചാൽ എന്താ, കോസിന്റെ കൂടെ കോ വരുന്നത്, അവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു, ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെന്താ, ഇത് നോക്ക്, കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ, ഇതിന്റെ വാല്യൂ 1 ആണ്. സോ 1 + 2 = 3 ആണ് ഇതിന്റെ ഉത്തരം. തേർഡ് ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസ് നമുക്ക് 4, 1, 2, 0 ആണ്. സോ അതുകൊണ്ട് തീറ്റ ഡിപ്പെൻഡന്റ് ആയിട്ടല്ലാത്ത ഓപ്ഷൻസ് ആണ്. സോ അതുകൊണ്ട് ഏതൊരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഏതായിരിക്കും, 0 കൊടുക്കാൻ നോക്കുക. അപ്പോൾ 0 കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് 0യും വാല്യൂസിൽ ഏറ്റവും പ്രശ്നം വരുമ്പോൾ കോട്ടും ടാനൊക്കെ വരുമ്പോഴാണ്, കാരണം അവർക്ക് അൺഡിഫൈൻഡ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് വരുന്നു. അപ്പോൾ നമുക്ക് 0 കൊടുക്കാം. സീക്ക് 0 എന്ന് പറയുമ്പോൾ 1/cos 0യുടെ റെസിപ്രോക്കൽ, കോസ് 0 എന്താ 1 ആണ്. സോ അതുകൊണ്ട് തന്നെ അത് 1 ആയിരിക്കും. സോ അതനുസരിച്ച് നമ്മൾ 1 + sin 0 0 ആണ്, ഡിവൈഡ് ബൈ cos 0 1 ആണ്. വീണ്ടും ഇത് തിരിച്ച് എഴുതുന്നില്ലേ, ഇത് 1/1 + 0, കാരണം ഈ കിടക്കുന്ന എന്തോ തിരിച്ച് എഴുതിയിരിക്കുന്നത് -2 ഇൻറ്റു tan സ്ക്വയർ 0 1, tan സ്ക്വയർ 0 0. സോ ഇത് എഴുതിയാൽ 1 ഇൻറ്റു 1 + 1 = 2. ഇപ്പോൾ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് ചെയ്തത്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ക്രോസ് ചെയ്യാം. ആ 1 പ്ലസ് അപ്പം എന്ത് വരും, 1 + sin തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് വരും, പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും, ഡിവൈഡ് ബൈ അവിടെ ഓൾറെഡി ഒരു 1 + sin തീറ്റ ഉണ്ട്, പിന്നെ ഇൻറ്റു കോസ് തീറ്റ. ഇത് നമുക്ക് വീണ്ടും എക്സ്പാൻഡ് ചെയ്യാം. സോ a² + b² + 2ab + cos സ്ക്വയർ തീറ്റ 1 + sin തീറ്റ ഇൻറ്റു കോസ് തീറ്റ. ഇവിടെ എന്താ, നമുക്ക് sin സ്ക്വയർ തീറ്റ + cos സ്ക്വയർ തീറ്റ 1 ആണ്. സോ ഈ 1ഉം ആ 1ഉം കൂടെ ചേർന്ന് 2, ആ 2 കോമൺ എടുത്താൽ 2 ഇൻറ്റു 1 + sin തീറ്റ ഡിവൈഡ് ബൈ 1 + sin തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് വരും. സോ ഈ ഇതും വെട്ടിപ്പോയി, = 2/cos തീറ്റ ആണ്. കോസ് മോളി വരുമ്പോൾ അത് sec തീറ്റ എന്ന് വരും. സോ 2 sec തീറ്റയുടെ വാല്യൂ. ഓക്കെ, നമുക്ക് ഇതല്ലല്ലോ ചോദിച്ചിരിക്കുന്നത്, ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്, ക്വസ്റ്റ്യൻ എന്താ, sec തീറ്റ ഇൻറ്റു ഇതിപ്പോൾ നമ്മൾ പാർട്ട് എടുത്താൽ ചെയ്തത്, ഇത് ഇൻറ്റു ക്വസ്റ്റ്യൻ നോക്കുക. സോ അതുകൊണ്ട് തന്നെ -2 tan സ്ക്വയർ തീറ്റ ഇതാണ് ചോദിക്കുന്നത്. നമുക്ക് 2 sec സ്ക്വയർ തീറ്റ -2 tan സ്ക്വയർ തീറ്റ എന്നാണ് ചോദിക്കുന്നത്. 2 കോമൺ എടുത്താൽ sec സ്ക്വയർ തീറ്റ - tan സ്ക്വയർ തീറ്റ = 2 എന്ന് തന്നെ നമുക്ക് ഉത്തരം വരും. സോ ചെയ്യാൻ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ കുറച്ച് കുഴപ്പം, അങ്ങനെ ഇത്രയും നമ്മൾ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. പക്ഷേ നമുക്ക് ഒരു ഫോർമുല ആയിട്ട് നോക്കാം. ഇത് നമ്മൾ ഫോർമുല ഒന്ന് നോക്കിക്കുക, എന്താ, 1 + sin തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ പ്ലസ് ഇത് തിരിച്ചിടുന്നത് കോസ് തീറ്റ ബൈ 1 + sin തീറ്റ. ഇതിന്റെ വാല്യൂ എന്തായിരിക്കും, ഇവിടെ കിട്ടിയായിരുന്നു എന്താ 2 sec തീറ്റ. സോ ഇതിന്റെ വാല്യൂ 2 sec തീറ്റ ആണ്. സോ ഇത് ഈ ഒരു ഇതിൽ മാത്രമാണെന്ന് വെച്ചാൽ ഇതിന് ഒരെണ്ണം ഉണ്ട്. ഇത് വെച്ചാൽ തന്നെ നമുക്ക് സൈൻ കിടക്കുന്നത് കോസും, കോസ് കിടക്കുന്നത് സൈനും വന്നാൽ എന്ത് വരും, 1 + cos തീറ്റ ഡിവൈഡ് ബൈ sin തീറ്റ പ്ലസ് sin തീറ്റ ഡിവൈഡ് ബൈ 1 + cos തീറ്റ = എന്ത് വരും, ഇവിടെ സീക്ക് വന്നപ്പോൾ ഇവിടെ ദൂരാണ് സാധ്യത, കൊസീക്ക് വരാനാണ്. സോ കൊസീക്ക് തീറ്റ എഴുതിയതിൽ കുറച്ചുകൂടെ ഇതുണ്ട് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇത് 1 + sin തീറ്റ ബൈ cos തീറ്റ പ്ലസ് cos തീറ്റ ഡിവൈഡ് ബൈ 1 + sin തീറ്റ 1 + sin തീറ്റ ബൈ cos തീറ്റ പ്ലസ് അത് തന്നെ തിരിച്ചിടുന്നു റെസിപ്രോക്കൽ cos തീറ്റ ഡിവൈഡ് ബൈ 1 + sin തീറ്റ = 2 sec തീറ്റ ആണ്. ഇനി കോസ് കിടന്നിടത്ത് സൈനും, സൈൻ കിടന്നിടത്ത് കോസും വരുന്ന സെയിം ഫോർമുല. അപ്പോൾ എന്ത് വരും, ഇവിടെ നോക്കാം. ഇവിടെ എളുപ്പം വെച്ചാൽ കോസിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള സീക്ക് 2 sec തീറ്റ, നമുക്ക് ഇവിടെ 1 + ഒന്നും ഇല്ലാതെ വരുന്ന ടേം ആരാ, കോസ്. അപ്പോൾ കോസിന്റെ ഫംഗ്ഷൻ ആയിട്ടുള്ള sec തീറ്റ, ഇവിടെ 1 + ഒന്നും വരാതെ വരുന്ന സൈൻ്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസീക്ക് തീറ്റ, അവിടെ 2 ഉണ്ട്, 2 cosec തീറ്റ 2 sec തീറ്റ. ഇത് പറഞ്ഞാൽ സൈൻ തീറ്റ ഡിവൈഡ് ബൈ 1 + cos തീറ്റ പ്ലസ് 1 + cos തീറ്റ ബൈ sin തീറ്റ = ആണ് 4/√3 നമുക്ക് തന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഇതിൽ ഏത് നമുക്ക് അറിയാവുന്ന തീറ്റ ഇട്ട് കൊടുക്കുക. ഇവിടെ തീറ്റയ്ക്ക് റെസ്ട്രിക്ഷൻ അവർ പറയുന്നുണ്ട്, 0 കൊടുക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, 13, 45 ഇട്ട് കൊടുത്ത് ഏതെങ്കിലും ഒരു ആംഗിൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും, 4/√3 വരും. അത് വരുന്ന ആംഗിൾ 16 ആണ്. 30 ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടത്തില്ല, 45 ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടത്തില്ല, 16 നമുക്ക് ഈ ഒരു വാല്യൂ വരുന്നത്. തീറ്റ = 16 ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് sin 60 - cos 60 1/sin 60 - cos 60 കണ്ടുപിടിച്ചാൽ മതിയാവും. പക്ഷേ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുകയാണ്. എന്താ ഇതിന്റെ വാല്യൂ എന്താ, അതായത് 1 + ഒന്നും ഇല്ലാതെ വരുന്ന ആൾ. അപ്പം 2 cos സ്ക്വയർ തീറ്റ ആണ്, 2 കൊസീക്ക് 1 + ഒന്നും ഇല്ലാതെ വരുന്ന ആളുടെ സൈൻ. അപ്പോൾ സൈൻ്റെ കൊസീക്ക്, സോ 2 കൊസീക്ക് തീറ്റയാണ് 4/√3. അപ്പോൾ കൊസീക്ക് തീറ്റ എന്താ വരും, 2/√3. ഇത് സൈൻ്റെ ഏതോ ഒരു വാല്യൂ തിരിച്ചിട്ടത്, സൈൻ തന്നെ 60 വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് 60 ഡിഗ്രി. സോ 60 ഡിഗ്രി കിട്ടി. ദെൻ sin 60 - cos 60 ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിന്റെ വാല്യൂ എന്തെന്ന് വരും, sin 60 √3/2 cos 60 1/2. സോ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 2/√3 - 1 വരും. കോൺജുഗേറ്റ് എടുത്ത് മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്യാം, അപ്പോഴത്തേക്ക് √3 + 1 എന്നുള്ള വാല്യൂ നമ്മൾ എത്തും. സോ 14 എന്ന് പറയുമ്പോഴത്തേക്കും cos സ്ക്വയർ തീറ്റ പ്ലസ് cos റേസ്ഡ് 4 തീറ്റ = 1 തന്നിട്ടുണ്ട്. നമ്മൾ പല ആംഗിൾസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു 1ന് കറസ്പോണ്ടിംഗ് ആയിട്ട് വരുന്ന തീറ്റ നമ്മുടെ അതിൽ കിട്ടത്തില്ല. സോ അതുകൊണ്ട് തന്നെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഇവിടെ ഫെയിൽ ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എടുക്കാം. cos സ്ക്വയർ തീറ്റ പ്ലസ് cos റേസ്ഡ് 4 തീറ്റ = 1 തന്നിരിക്കുന്നത്. നമുക്ക് ഈ cos സ്ക്വയർ കണ്ട എപ്പോഴും നമ്മൾ മൈൻഡിലോട്ട് sin സ്ക്വയർ തീറ്റ പ്ലസ് cos സ്ക്വയർ തീറ്റ 1. അപ്പോൾ cos റേസ്ഡ് 4 തീറ്റ അവിടെ തന്നെ ഇട്ടു. ഇത് 1 - cos സ്ക്വയർ തീറ്റ, 1 - cos സ്ക്വയർ തീറ്റ എന്താ, അപ്പോൾ cos റേസ്ഡ് 4 തീറ്റ എന്ന് പറയുന്നത് എന്ത് വരും, sin സ്ക്വയർ തീറ്റ ആണ്. ഇവിടെ ഓൾറെഡി ഇതെങ്ങനെ എഴുതുന്നത്, ഇത് cos സ്ക്വയർ തീറ്റ ഇൻറ്റു cos സ്ക്വയർ തീറ്റ അല്ലേ, = sin സ്ക്വയർ തീറ്റ. ഈ ഒരു cos സ്ക്വയർ തീറ്റ താഴെ കൊണ്ടുപോയാൽ cos സ്ക്വയർ തീറ്റ = tan സ്ക്വയർ തീറ്റ. അപ്പോൾ cos സ്ക്വയർ തീറ്റ കിടക്കുന്നത് നമുക്ക് tan സ്ക്വയർ തീറ്റ. അപ്പോൾ ക്വസ്റ്റ്യൻ തന്നെ എങ്ങനെ വരും, tan സ്ക്വയർ തീറ്റ പ്ലസ് tan റേസ്ഡ് 4 തീറ്റ എന്താന്ന് 1 ആയിരിക്കും. സോ അതിനെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് അതിന്റെ ഉത്തരം. സോ 1. സോ ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് ഒന്നും തീറ്റ ഡിപ്പെൻഡന്റ് അല്ല. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമുക്ക് നോക്കാം.
വർക്കാണ് ഇവിടെ. സോ അത് കൊടുക്കാം. അതിൽ തന്നെ അറിയാം കോട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റത്തില്ല, 0 കൊടുക്കാൻ പറ്റത്തില്ല. ടാൻ കണ്ടാൽ നമുക്ക് 90 കൊടുക്കാനും പറ്റില്ല. ഇവിടെ നമ്മൾ ഇവിടെ കോട്ട് കണ്ടു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല, 0 പറ്റില്ല. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി 0 ആണ്. പറ്റുന്നില്ലെങ്കിൽ 90 നോക്കാം. സോ തീറ്റ ഈസ് ഈക്വൽ 90 ഇട്ട് കൊടുക്കാം. സോ സീക്ക് 90 0 ആണ്, ടേം ഫുൾ അങ്ങ് 0 ആയി പോയി. കോസ് 90 എന്ന് വരും. അതായത് ഇവിടെ 1 ബൈ കോസ് 90 എന്ന് വരും. സോ അതെന്ന് പറയുമ്പോൾ 1 ബൈ 0 ആണ്. അത് മുകളിൽ പോകുമ്പോഴത്തേക്ക് 5 ഇൻറ്റു 0 ബൈ 1 എന്ന് വരും. ദാറ്റ് ഇസ് 0 പോകും. ഓക്കെ, അത് 0 വരും. ദെൻ 2 ബൈ കോട്ട് 0 എന്താ, ടാൻ 0 0 ആണ്. സോ ടാൻ 0 എന്ന് പറയുന്നത് 0 ആണ്. 2 1 പ്ലസ് ടാൻ 19 എന്താണ്, ടാൻ 19 0 ആണ്. പക്ഷെ കോട്ട് 19 ടാൻ 19 അൺഡിഫൈൻഡ് ആണ്. പക്ഷെ കോട്ട് 19 എന്താണ്, 0 ആണ്. 1 പ്ലസ് 3 ഇൻറ്റു സൈൻ 19, സൈൻ 19 1 ഇസ് ഈക്വൽ ടു 2 പ്ലസ് 3 5. അല്ല സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് എളുപ്പം. ഇപ്പോൾ അല്ലാതെ ആണെങ്കിൽ എങ്ങനെ ചെയ്യാം, അല്ലാതെ എങ്ങനെ ചെയ്യാം, സീക്ക് സ്ക്വയർ തീറ്റ നമുക്ക് എഴുതാം, കോസ് സ്ക്വയർ തീറ്റ എഴുതി കൂടെ. 2 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ കൊസീക് സ്ക്വയർ തീറ്റ. കൊസീക് സ്ക്വയർ തീറ്റ മേളിൽ വരുമ്പോഴത്തേക്കും അതെന്താവും, സൈൻ സ്ക്വയർ തീറ്റ ആവും. പ്ലസ് ഓൾറെഡി ഉള്ള 3 സൈൻ സ്ക്വയർ തീറ്റ. നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ വരും 5 കോസ് സ്ക്വയർ തീറ്റ. അതുപോലെ എഴുതി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 സൈൻ സ്ക്വയർ തീറ്റ. സോ 5 കോമൺ എടുത്താൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ വിച്ച് ഈക്വൽ ടു 1 വിച്ച് ഈക്വൽ ടു 5. നമുക്ക് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ വിച്ച് ഈക്വൽ ടു 5/4 തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്ന സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ആണ്. വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല, സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡ്സും സ്ക്വയർ ചെയ്ത് തന്നെ വരും. ഇവിടുത്തെ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ഇസ് ഈക്വൽ ടു 25/60. ഇതെന്താ 1 പ്ലസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ വിച്ച് ഈക്വൽ ടു 25/60. ഈ 1 അപ്പുറത്ത് പോകുക, അപ്പോൾ ഇതൊരു മൈനസ് 60/60 വരും. അപ്പോൾ 1 എഴുതാം. 2 സൈൻ തീറ്റ കോസ് തീറ്റ വിച്ച് ഈക്വൽ ടു 60 അതുപോലെ 25 നിന്നും 16 പോയി കഴിഞ്ഞാൽ വരും 9 വരും. സോ സൈൻ തീറ്റ കോസ് തീറ്റ അപ്പോൾ എന്താ വരിക, ഈ 2 ഡിവൈഡഡ് ആണ് 2 ഇൻറ്റു 60 വിച്ച് ഈക്വൽ ടു 9/32. സോ 20th ക്വസ്റ്റൻ നോക്കുമ്പോഴത്തേക്കും അത് സൈൻ 15 പ്ലസ് സൈൻ 75 ഇൻറ്റു സൈൻ 15 മൈനസ് സൈൻ 75 ഡിവൈഡ് ബൈ കോസ് 15 പ്ലസ് കോസ് 75 ഇൻറ്റു കോസ് 15 മൈനസ് കോസ് 75. സോ ഇതിൽ ഓൾറെഡി വാല്യൂ എടുത്ത് നമ്മൾ ഇട്ട് കൊടുത്ത് വാല്യൂ ഇട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് ഏറ്റവും വേണ്ടി നോക്കും എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഡിവൈഡ് ബൈ വീണ്ടും വേറെ എ. അതായത് മുകളിൽ നോക്കുക, അവിടെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, മുകളിലൊരു എക്സ്, താഴെ ഒരു എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ, അങ്ങനെയല്ലേ. സോ ഇതെന്താ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അവിടെ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. സോ ഇവിടെ എന്താ എക്ക് വരെ ഇവിടെ എന്താ സൈൻ സ്ക്വയർ 15 മൈനസ് സൈൻ സ്ക്വയർ 75 ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ 15 മൈനസ് കോസ് സ്ക്വയർ 75 അല്ലേ. സൈൻ സ്ക്വയർ 15 എന്ന് പറയുന്നത് എന്താ, കോസ് സ്ക്വയർ 75 തുല്യമല്ലേ. ഇനി മൈനസ് സൈൻ സ്ക്വയർ 75 എന്താ, കോസ് സ്ക്വയർ 15 തുല്യമല്ലേ. ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ അതുപോലെ കോസ് സ്ക്വയർ 15 മൈനസ് കോസ് സ്ക്വയർ 75. മുകളിൽ നിന്ന് മൈനസ് കോമൺ എടുക്കുവാണെങ്കിൽ ഇത് കോസ് സ്ക്വയർ 75 എന്ന് വരും. മുകളിൽ താഴെ ഓൾറെഡി അത് തന്നെ കിടക്കുന്നത് കോസ് സ്ക്വയർ 15 മൈനസ് കോസ് സ്ക്വയർ 75. ഇതൊന്ന് വെട്ടിപ്പോയി മൈനസ് 1 എന്ന് വരും അതിന് ഉത്തരം. സോ ക്വസ്റ്റൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റൻ നോക്കാം. കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ കിടക്കുന്നുണ്ടോ. സോ അത് 1 കൊടുക്കാം. അപ്പോൾ നമുക്ക് കോട്ട് എ മൈനസ് കൊസീക് എ മൈനസ് 1 ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ അതുപോലെ കൊസീക് എ പ്ലസ് കോട്ട് എ പ്ലസ് 1. സോ ഇവിടെ മൈനസ് കോമൺ എടുത്താൽ മൈനസും കോമൺ എടുത്താൽ കൊസീക് എ മൈനസ് കോട്ട് എ പ്ലസ് 1 ഡിവൈഡ് ബൈ കൊസീക് എ പ്ലസ് കോട്ട് എ പ്ലസ് 1. ഇവിടെ നോക്ക്, ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ എന്താണോ അതിന്റെ വാല്യൂ തിരിച്ചിടുന്നതായിരിക്കും ഈ വാല്യൂ. അഥവാ ഇതിന്റെ വാല്യൂവിന്റെ റെസിപ്രോക്കൽ, ഇതിന്റെ ഈ വാല്യൂ എന്താണ് റെസിപ്രോക്കൽ ആണ്. ഈ വാല്യൂ എം എടുക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ അത് എം പ്ലസ് 1 അതുപോലെ എഴുതി. താഴെ ഇത്രയും വാല്യൂ വരും 1 ബൈ എം പ്ലസ് 1 എന്ന് വരും. സോ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഓൾറെഡി കിടപ്പുണ്ട് എം പ്ലസ് 1. ഇവിടെ എം പ്ലസ് 1 ഡിവൈഡ് ബൈ എം. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് എം പ്ലസ് 1 ഇൻറ്റു എം ബൈ എം പ്ലസ് 1. എം പ്ലസ് 1 എം പ്ലസ് 1 കട്ട് ചെയ്ത് പോയി മൈനസ് എം എന്ന് വരും. നമ്മൾ എം എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ അല്ലേ കൊടുത്തിരിക്കുന്നത്. സോ മൈനസ് ഓഫ് കൊസീക് എ മൈനസ് കോട്ട് എ ഇത് വരും. കോട്ട് എ മൈനസ് കൊസീക് എ എന്ന് വരും. ഓക്കെ, സോ ഇത് ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഐഡന്റിറ്റി ആണ് യൂസ് ചെയ്തത്. ഐഡന്റിറ്റി എന്ന് വെച്ചാൽ എ സീക് തീറ്റ മൈനസ് ബി ടാൻ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു സി ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എ ടാൻ തീറ്റ മൈനസ് ബി സീക് തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു ഡി ആണെന്ന് തന്നിട്ടുണ്ട്. ഒന്നുമില്ല, എന്ത് ചെയ്തു, സീക്ക് കിടന്നെടുത്ത് ടാൻ വന്നു, ടാൻ കിടന്നെടുത്ത് സീക്ക് വന്നു. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തരാം. എന്താ ഇപ്പം സീക്കും ടാനും അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് മാറിയത്. എയും ബി എഴുന്നേറ്റ് മാറിയത് അങ്ങനെ ഇരിക്കും. ഇതെങ്ങനെ വരും, എയും ബി എഴുന്നേറ്റ് മാറുന്നു. സോ എ ഇരുന്നിടത്ത് ബി വരും, ബി ഇരുന്നിടത്ത് വരും. സോ അപ്പം ബി സീക് തീറ്റ മൈനസ് എ ടാൻ തീറ്റ ഇതിന്റെ വാല്യൂ ഡി എന്നിരിക്കുന്നു. ഇതോ ഏതെങ്കിലും ഒന്ന് ഡി എന്നിരിക്കുന്നു. എ സീക് തീറ്റ മൈനസ് ബി ടാൻ തീറ്റ വിച്ച് ഈക്വൽ ടു സി. അതൊന്നുമില്ല, ഇവിടെ നമ്മൾ ഫംഗ്ഷൻ നോക്കണം. കോഎഫിഷ്യന്റുകൾ തമ്മിൽ ഇന്റർചേഞ്ച് ആയി കിടക്കുന്നു, അത്രേ ഉള്ളൂ. കോഎഫിഷ്യന്റ് സീക്കും ടാനും 8 കോഎഫിഷ്യന്റായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അവരൊന്ന് മാറി കിടക്കുകയാണ്. അല്ല ആദ്യം ആയി വരുന്നത് നമുക്ക് വിഷയമല്ല. സോ ഒരാളുടെ വാല്യൂ സി എന്നിട്ടുണ്ട്, ഒരാളുടെ വാല്യൂ ബി എന്നിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് ഈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇല്ലേ, അതായത് ഈ രണ്ട് കോഎഫിഷ്യന്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഉത്തരങ്ങളുടെ സ്ക്വയറുകളുടെ ഡിഫറൻസിന് തുല്യമായിരിക്കും. കോഎഫിഷ്യന്റ് സ്ക്വയർ ഡിഫറൻസ് എന്ന് പറയുന്നത് വാല്യൂവിന്റെ സ്ക്വയറിന്റെ ഡിഫറൻസിന് തുല്യമായിരിക്കും. ഇത് ഏതൊക്കെ ഫംഗ്ഷൻ ഈക്വൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ the swapping coefficient property. Now, we have swapping coefficient property. This swapping coefficient property is a feature of any trigonometric pair that shares a squared identity where one term is subtracted from the other. Square identity ആയിരിക്കണം, one term is subtracted from the other എന്ന് പറയുമ്പോഴത്തേക്കും ഏത് പോകും, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇവിടെ വരത്തില്ല. കാരണം നമുക്ക് സ്ക്വയർ ഐഡന്റിറ്റി തന്നെയാണ്, പക്ഷേ അവർക്ക് നമ്മൾ എന്തല്ല സബ്സ്ട്രാക്റ്റഡ് ഫ്രം വൺ അദർ അല്ല. അപ്പോൾ സബ്സ്ട്രാക്റ്റഡ് ഫ്രം വൺ അദർ എന്ന് പറയുമ്പോൾ സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ വൺ എന്നാണ് ഇത് വന്നത്. അതുപോലെ വേറൊന്നുണ്ടല്ലോ, ഏതാ എ കൊസീക് തീറ്റ മൈനസ് ബി കോട്ട് തീറ്റ കോഫിഷ്യന്റുകൾ മാറ്റണം. കോഫിഷ്യന്റ് വന്നത് നമുക്ക് ആദ്യം ഒന്നും അറിയില്ല. സോ കോഫിഷ്യന്റുകളുടെ ഡിഫറൻസിന്റെ സ്ക്വയർ ഡിഫറൻസ് ഡിഫറൻസ് തുല്യമായിരിക്കും. സോ അങ്ങനെ ടാൻ
ടാൻ സ്ക്വയർ എ വിച്ച് ഇസ് ഈക്വൽ ടു 1 പ്ലസ് 2 ടാൻ സ്ക്വയർ ബി. എയും ബിയും അക്യൂട്ട് ആംഗിളാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്നത് √2 കോസ് എ മൈനസ് കോസ് ബി ആണ്. സോ ഇവിടെ നമുക്ക് ഞാനിപ്പോൾ എ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എ ഇസ് ഈക്വൽ ടു 0, നമ്മൾ ആദ്യം നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് തന്നെയാണ് കുറച്ചുള്ളത്. അപ്പോൾ ഏത് ആംഗിളാണ് ഇതിന് കറസ്പോണ്ടിങ് വാല്യൂ വരുന്നത് കണ്ടുപിടിക്കുക. ഇത് എ ആണ് കണ്ടുപിടിക്കുക. ആ എടുത്ത് ഈ പ്രോപ്പർട്ടി ഇട്ട് കൊടുക്കുക. എക്ക് 0 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും എങ്ങനെ വരും? 0 വിച്ച് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ ബി എന്ന് വരും. സോ ടാൻ സ്ക്വയർ ബി ഇവിടെ എന്ത് വരും? വിച്ച് ഇസ് ഈക്വൽ ടു 2 ടാൻ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു -1 എന്ന് വരും. ടാൻ സ്ക്വയർ ബി എന്ത് വരും? -1/2 എന്ന് വരും. ഒരു സ്ക്വയർ ടേമിന്റെ സ്ക്വയർ ടേം ആണ്. സോ അതിന്റെ വാല്യൂ ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല. സോ അതുകൊണ്ട് തന്നെ എക്ക് 0 എന്ന് പറയുന്ന ഓപ്ഷനേ തെറ്റാണ്. എക്ക് 0 വരില്ല. ഓക്കെ, ഇനി ബിക്ക് ഞാൻ 0 ഇട്ട് കൊടുത്താലോ? ബിക്ക് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടാൻ സ്ക്വയർ എ വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. ടാൻ ഏത് വാല്യൂ 1 വരുന്നത്? എ ഇസ് ഈക്വൽ ടു 45 ആണ്. ഓക്കെ, അപ്പം നമുക്കപ്പം എയുടെ വാല്യൂ 45 എന്നും ബിയുടെ വാല്യൂ 0 എന്ന് കിട്ടി. സോ √2 ഇൻറ്റു കോസ് 45 1/√2 മൈനസ് കോസ് 0 1. സോ 1 - 1 വിച്ച് ഇസ് ഈക്വൽ ടു 0. ടാൻ 10 ഡിഗ്രി വിച്ച് ഇസ് ഈക്വൽ ടു പി ബൈ ക്യൂ തന്നിട്ടുണ്ട്. നമ്മൾ ഇതാണ് ചോദിക്കുന്നത്. സോ അതിനകത്ത് ഇവിടെ കോട്ട് 80 ഡിഗ്രി നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ടാൻ 10 ആണെങ്കിൽ കോട്ട് 80 ഡിഗ്രി എന്തുമായിരിക്കും? പി ബൈ ക്യൂ തന്നെയായിരിക്കും. സോ കോട്ട് 80 കിട്ടി. നമുക്ക് വേണ്ടത് സീക്ക് 18 ആണ്. അത് കണ്ടുപിടിക്കും. നമുക്കറിയാം സീക്ക് സ്ക്വയർ തീറ്റ, അവിടെ തീറ്റയ്ക്ക് 80 ഡിഗ്രി കൊടുക്കണം. സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? 1 ആണ്. ഓക്കെ, ഇനി സീക്ക് സ്ക്വയർ തീറ്റയുടെ വാല്യൂ അറിയത്തില്ല, അതുപോലെ എഴുതി. ടാൻ സ്ക്വയർ 18 എന്താണ്? ടാൻ എന്ന് പറയുന്നത് 1/കോട്ട് 18ന്റെ വാല്യൂ എന്താണോ അതിൽ ടാൻ 18ന്റെ വാല്യൂ. ടാൻ 18ന്റെ വാല്യൂ അറിയാമെങ്കിൽ അത് തിരിച്ചിരുന്നതാണ് കോസ്. കോട്ട് 18ന്റെ വാല്യൂ അറിയാമെങ്കിൽ തിരിച്ചിരുന്നതാണ് ടാൻ 18ന്റെ വാല്യൂ. കോട്ട് 18ന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, പി ബൈ ക്യൂ ആണ്. സോ അത് തിരിച്ചിടുക 2/p ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 1. സോ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും സീക്ക് സ്ക്വയർ 80 ഡിഗ്രി വിച്ച് ഇസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ബൈ പി സ്ക്വയർ എന്ന് വരും. സോ നമ്മൾ സോൾവ് ചെയ്തെടുക്കുക. സോ നമുക്ക് പി സ്ക്വയർ ബൈ ക്യൂ സ്ക്വയർ എന്ന് വരും വാല്യൂ.